ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കൗണ്ടർ ഡിസൈൻ മാത്രമല്ല സ്റ്റെപ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ. Okay, synchronous counter design. First, we should know excitation table of JK. ഇത് 74LS76 എന്ന് പറയുന്ന ഒരു JK മാസ്റ്റേഴ്സ്. LS is for low power short key. എൻ്റെ എക്സ്പാൻഷൻ ആണ് LS. LSൻ്റെ എക്സ്പാൻഷൻ ലോ പവർ ഷോർട്ട് കീ എന്നാണ്. അപ്പോൾ ഇതൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC ആണ്. അപ്പോൾ ആ IC യൂസ് ചെയ്ത ആ ICക്കകത്ത് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. 14 പിൻ IC. അത് വെച്ചിട്ട് അത് യൂസ് ചെയ്യുന്നു കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് ജെയുടെയും കെയുടെയും വാല്യൂസ് 0 to 0 അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 0 to 1 ട്രാൻസിഷൻ ആണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് is 0 and it has to change to 1. This can happen if either J equal to 1 and K equal to 0 or J and K both equal to 1. That means always J equal to 1 and K equal to 0 or 1. എന്നാൽ J ഈ രണ്ട് കേസിലും 1 ആയിരുന്നു, K ഒരു കേസിൽ 0 മറ്റേ കേസിൽ 1. അതുകൊണ്ട് 0 to 1 ട്രാൻസിഷന് J1 and K don't care ആണ്. ഇനി 1 to 0 ട്രാൻസിഷന് the present state is 1 and it has to change to 0. This can happen either with J1 to 0 ആണ്, either with J0 K1 or in toggling condition, that is when J K equal to 1. That means always K1 and J equal to 0 or 1. So J don't care and K1. ഇതൊക്കെ കണ്ടീഷൻസ് നമുക്ക് അറിയാവുന്നതാണ്, ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫോർ എ 1 to 1 ട്രാൻസിഷൻ, സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ടേബിളിൽ 0 to 1 ട്രാൻസിഷന് പ്രസന്റ് സ്റ്റേറ്റ് 0 നെക്സ്റ്റ് സ്റ്റേറ്റ് 1 നമ്മൾ J1 K ഡോൺ കെയറും 1 to 0 ട്രാൻസിഷന് J ഡോൺ കെയർ K1 എഴുതിയത്. ഇനി ഫോർ എ 1 to 1 ട്രാൻസിഷൻ ദ പ്രസന്റ് സ്റ്റേറ്റ് 1 ആൻഡ് ഇറ്റ് ഹാസ് ടു ചേഞ്ച് ടു 1 ഓർ ഇറ്റ് നീ നോട്ട് ചേഞ്ച് എന്ന് പറയാത്തത് സീറോയുടെ കേസ് കൂടെ ചിലപ്പോൾ അതിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് present state 1 and has to remain in 1 itself. This can happen if either J equal to K equal to 0. J0 K0 ആണെങ്കിൽ previous state maintain ചെയ്യുകയാണ് ചെയ്യുന്നത്. Or when J equal to 1 and K equal to 0. ഈ കണ്ടീഷൻ ആണ് ഔട്ട്പുട്ട് ഹാസ് ടു ബി 1 എന്നുള്ള കണ്ടീഷൻ. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ J can be either 0 or 1. J can be either 0 or 1 and K is equal to 0. So J don't care and K 0. So ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ 1 to 1 ട്രാൻസിഷന് J don't care K 0 എഴുതിയത്. ഇതുപോലെ തന്നെയാണ് 0 to 0 ട്രാൻസിഷൻ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഈ ഔട്ട്പുട്ട് ചേഞ്ചിന് ഉള്ള പോസിബിലിറ്റി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ Jയുടെ വാല്യൂ എഴുതിയത്, അതുപോലെ തന്നെ Kയുടെ വാല്യൂ. സോ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ അറ്റ് ഔട്ട്പുട്ടിന് വേണ്ടി എന്താണ് ഇൻപുട്ടിൽ കൊടുക്കേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേബിളാണ് എക്സൈറ്റേഷൻ ടേബിൾ. സോ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനിന് ഏറ്റവും ബേസിക് ആയി വേണ്ടത് എക്സൈറ്റേഷൻ ടേബിൾ ആണ്. എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വി ആർ യൂസിങ്. അപ്പോൾ JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ ഇതാണ്. ഇത് വേറൊരു കൗണ്ട് ഡിസൈൻ ആണ്. സോ അപ്പോൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്തത്. മോഡ് 2 ഡിസൈൻ ചെയ്തു. മോഡ് 2 ആസ് ശ്രുതി പോയിന്റഡ് ഔട്ട്, ഇവിടെ ലേബലിങ്ങിൽ എക്സ്പ്രഷനിൽ പ്രശ്നമില്ലെങ്കിൽ ലേബലിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ബിയും ഇത് എയും ആണ് കേട്ടോ, എന്നാലേ ഇങ്ങനെ കിട്ടുള്ളൂ. ആക്ച്വലി വേണ്ടത് എ തന്നെയാണ്. സോ ദിസ് കാരണം എന്നാലേ 0 1 2 3 വരികയുമുള്ളൂ. സോ ബി എ, കാരണം നമ്മുടെ എ ആണ് LSB, അതുകൊണ്ട് എ ഇവിടെയും ബി ഇവിടെയും വന്നേ പറ്റൂ. ലേബലിംഗ് ഇവിടെ ഇട്ടിരിക്കുന്ന ലേബലിംഗ് ആക്ച്വലി തിരിച്ചാണ്. ഓക്കെ, സിങ്ക്രണസ് ബൈനറി കൗണ്ടറിൽ നിങ്ങളോട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു.
ചെയ്ത് നോക്കിയോ? അത് ചെയ്യണമെങ്കിൽ ആദ്യം ഇതുപോലെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതണം. എന്നിട്ട് ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് Q0 കറസ്പോണ്ടിങ് ഈ 0 to 1 there is flip flop responsible for Q0. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ J0 K0 ആ വാല്യൂസ് എഴുതണം. അപ്പോൾ Q0 ചേഞ്ചിന് വേണ്ടി ദാറ്റ് ഈസ് Q0 പ്രസന്റ് Q0 നെക്സ്റ്റ് എന്ത് ചേഞ്ചിന് വേണ്ടി ജെക്ക് കെക്കും എന്ത് വാല്യൂസ് കൊടുക്കണം എന്നുള്ളത് ഈ രണ്ട് കോളംസിലും, അതുപോലെ ഓരോ ബിറ്റിന് Q1 ചേഞ്ചിന് വേണ്ടി J1 K1 കൊടുക്കണം, Q2 ഇങ്ങനത്തെ ഒരു പ്രസന്റ് നെക്സ്റ്റ് ചേഞ്ചിന് വേണ്ടി J2 K2 കൊടുക്കണം, Q3ക്ക് വേണ്ടി J3 K3 കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ഒരു ടേബിൾ ആദ്യം എഴുതണം. സോ ദിസ് ഈ JK ടേബിൾ എഴുതുന്ന മുഴുവൻ നമ്മൾ JKയുടെ എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്താണ് ഈ ചേഞ്ചിന് എന്ത് വരണം എന്നുള്ള എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്ത് നമ്മൾ ഇത് എഴുതും. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഓരോ എൻട്രിയും K0 എക്സ്പ്രഷൻ വേണം, J0, J1, K1 ഇതിനെല്ലാം എക്സ്പ്രഷൻസ് വേണം. അപ്പോൾ ഒരു 8 എക്സ്പ്രഷൻസ് നമ്മൾ എഴുതണം. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നോക്കൂ, ഇതില് നിങ്ങൾക്ക് K0 കോളം നിങ്ങൾ എക്സാമിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ കോളത്തിൽ ഡോൺ കെയർസും 1 മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ വെരി വെൽ assume that K0 is 1. So there is no harm in giving K0 as 1. Similarly, J0യുടെ കോളം എടുത്താലും അതിൽ 1 ഡോൺ കെയർസ് മാത്രമേ ഉള്ളൂ. J0യുടെ കോളം എടുത്താൽ തന്നെ ഇത് 1 ഡോൺ കെയർസ് മാത്രമേ ഉള്ളൂ. So you can very well assign a logic 1 to J0. So നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻ without going to K-map we can very well write by examining all the possibilities in that corresponding columns. So J01 K01. Then K1 നോക്കിയാൽ അല്ല ഡോൺ കേസും 0ഉം 1ഉം ഒക്കെ ഉണ്ട് ബാക്കി എല്ലാത്തിനും. സോ അതുകൊണ്ട് അതിന് K-map വരച്ച് തന്നെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ എഴുതിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് J1ന്റെയും K1ന്റെയും എക്സ്പ്രഷൻ നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് Q0 ആൻഡ് J2ന്റെയും K2ന്റെയും എക്സ്പ്രഷൻ നോക്കിയാൽ ഇതാ Q0 ആണ് കിട്ടുക നിങ്ങൾക്ക് J0 K0ക്ക്, J1 K1ന്. അതുപോലെ J2 K2ന് രണ്ടിനും Q0 Q1 എന്ന് കിട്ടും. ഇപ്പുറത്ത് വരുമ്പോൾ J3 K3ക്ക് യു വിൽ ഗെറ്റ് Q0 Q1 Q2. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പ്രഷൻ കിട്ടുക. K-മാപ്പിൽ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് കിട്ടും. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. ഇനി സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതിപ്പോ എല്ലാം നമ്മൾ മോഡ് 2n കൗണ്ടേഴ്സ് ആണ് നോക്കിയത്. മോഡ് 2n കൗണ്ടേഴ്സ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. If nothing is there, then we will continue. അതിനു മുമ്പ് ഈ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് ചെയ്യൂ. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിയിട്ട് പറയൂ. What type of counter is this? It's an asynchronous counter or ripple counter. The question is, what logic block should be placed at the point X so that the circuit acts as a mode 7 counter? Clear signal is active low. What logic block should be placed at the point X? ആൻസർ ഒന്ന് മെസ്സേജ് ചാറ്റ് ബോക്സിൽ ഇടൂ. What logic block
should be placed at the point X. Mode 7 counter. Mode 7 counter. Okay. Yes, it's a 3-input NAND. It's a 3-input NAND. Already we nokiya sign thaneyana. It's a 3-input NAND. One more. This is the question. What function is implemented by the circuit shown below? Assume the signal W, this is a synchronous circuit, is given by a square wave signal. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ കൗണ്ടിങ് സീക്വൻസ് ഒന്ന് എഴുതി നോക്കൂ. Q0, Q1 ഒന്ന് എഴുതി നോക്കൂ. See how J and Ks are connected. K always connected to 1. Q0 is connected as J1 and J0 is Q1 bar. Counting sequence ഒന്ന് എഴുതി നോക്കൂ. എന്നിട്ട് ആൻസർ പറയും. ആൻസർ ABC കൊടുത്തിട്ടുണ്ട്. ABCD. Counting sequence എഴുതി നോക്കൂ. Okay, initially let it be initially flip-flops cleared. 0 ആയിരിക്കും എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കൗണ്ട് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇത് ദിസ് ഇസ് എ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഫസ്റ്റ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് ഇവിടെ W ആണ്, പോസിറ്റീവ് സ്ക്വയർ വേവ് സിഗ്നൽ. പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് വരുമ്പോൾ സർക്യൂട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഒന്ന് എഴുതി നോക്കൂ. ഒരു അനക്കവും ഇല്ലേ? ഒരു കാര്യം ചെയ്യും, സർക്യൂട്ട് ഒന്ന് വരച്ചാൽ നിങ്ങൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ ഉള്ളൂ, ഒന്ന് വരച്ചിട്ട് കൗണ്ടിങ് സീക്വൻസ് എഴുതി നോക്കൂ. ഓക്കെ, ആരെങ്കിലും ആൻസർ എഴുതിയോ നോക്കട്ടെ. ആരുടെ ആൻസർ കാണാനില്ല?
വേറെ ആർക്കും ആൻസർ കിട്ടിയില്ല? ഷാഹിറിന് ആൻസർ കിട്ടി. ഇനീഷ്യലി നോക്കൂ, കൗണ്ട് സീക്വൻസ് 00 ആണെന്ന് വെക്കുക. ഇനി ക്ലിയർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ആക്റ്റീവ് ക്ലോക്ക് വരുമ്പോൾ J0 എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു Q1 ബാർ. അപ്പൊ 00 ആകുമ്പോൾ Q1 ബാർ 1 ആയിരിക്കും. സോ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ J0 is 1. So after the application of first clock, Q0 toggles. Q0 ആ ക്ലോക്ക് വരുന്ന സമയത്ത് Q0 0 ആയതുകൊണ്ട് അതാണ് J1ലേക്ക് കിട്ടുന്നത്. അപ്പൊ J0 1 ആയതുകൊണ്ട് Q1 0യിൽ തന്നെ നിൽക്കും. ഇനി നെക്സ്റ്റ് ക്ലോക്ക്, അപ്പോ കൗണ്ട് എന്തായി മാറി? 01 ആയി മാറി. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് വന്നു കഴിയുമ്പോൾ ക്ലോക്ക് കിട്ടുമ്പോൾ കൗണ്ട് 01 ആയി. ഇനി അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താവും? Q1 ഇപ്പോഴും 0യിലാണ്, അതുകൊണ്ട് J0 1 തന്നെയാണ്. സോ Q0 will again toggle. ഇനി ഈ ക്ലോക്ക് വരുന്ന ഇൻസ്റ്റന്റില് Q0 1 ആയിരുന്നു, അതാണ് Jയിലേക്ക് പോയിരിക്കുന്നത്, J1ലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ Q1 also will toggle. സോ ഇപ്പോഴത്തെ കൗണ്ട് എന്തായിരിക്കും? ഫസ്റ്റ് ക്ലോക്കിൽ കൗണ്ട് 01, ഇപ്പോഴത്തെ കൗണ്ട് 10 ആയി. ഇനി അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്താവും? അടുത്ത ക്ലോക്ക് വരുമ്പോൾ Q1 1 എത്തി. Q1 1 എത്തിയോണ്ട് Q1 ബാർ 0 ആയിരിക്കും. സോ അടുത്ത ക്ലോക്ക് വരുമ്പോൾ J0 0 ആയിരിക്കും, K0 1. സോ J0 0 ആയിരിക്കുന്നതുകൊണ്ട് Q0യിൽ തന്നെ നിൽക്കും അല്ലേ? J0 0 ആയതുകൊണ്ട് അല്ലേ? അടുത്ത ക്ലോക്ക് വരുമ്പോൾ Q1 ബാർ ആണ് J0 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Q1 ബാർ. അതുകൊണ്ട് 10 കൗണ്ട് ആയിരിക്കുന്ന സമയത്ത് എന്താവും? Q1 ബാർ ആണ് കൊടുത്തിരിക്കുന്നത്. Q1 ബാർ ആയതുകൊണ്ട് അവിടെ 0 വരും, 01. സോ പ്രീവിയസ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ ചെയ്യുള്ളൂ അല്ലേ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയേ ചെയ്യുള്ളൂ. സോ Q0 ഈസ് അപ്ലൈഡ് ടു J1. Q0 ആണ് J1ലേക്ക് കൊടുക്കുന്നത്. സോ Q0 എന്തായിരുന്നു നേരത്തെ കേസിൽ? Q0 ഈസ് 0. സോ ദാറ്റ് ഈസ് അപ്ലൈഡ്. സോ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് Q1 0 1 ആയതുകൊണ്ട് അത് 0യിലേക്ക് പോകും അടുത്ത സ്റ്റെപ്പ്. സോ now the count becomes 0 0. So 0 1 0 0 0 1 1 0, again it will go to 0 0. So this is a only 3 different states. So this is a modulo 3 counter. Okay. ഷാഹിർ മാത്രമേ ആൻസർ ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തേ മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു സർക്യൂട്ട് കിട്ടിയാൽ അതിനെ അനലൈസ് ചെയ്യുക മാത്രമല്ല, ഔട്ട്പുട്ടിന് സിന്തസൈസ് ചെയ്യുകയും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കംപ്ലീറ്റ് മനസ്സിലായി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് മാത്രമാണ്. വിൽ കണ്ടിന്യൂ വിത്ത് അവർ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ. അപ്പോൾ നമ്മൾ സിങ്ക്രണസ് മോഡ് 16 കൗണ്ടർ ചെയ്തു. ഇതുവരെ നമ്മൾ മോഡ് 2n കൗണ്ടേഴ്സ് മാത്രമാണ് ചെയ്തത്. Now we'll change. Suppose this is the counting sequence we require. So given a counter sequence like 0 0 0 0 1 1 0 1 1 and 1 0 0, ഇത്രയും മാത്രം കൗണ്ട് സീക്വൻസ് ഉള്ള ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ സിങ്ക്രണസ് കൗണ്ടർ എങ്ങനെ ചെയ്യും? സ്റ്റെപ്പ് 1, ഡ്രോ ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. നിങ്ങൾ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു.
അത് വരയ്ക്കുക. അത് വരച്ചാൽ എങ്ങനെ വരും? 0 1 പോകണം, 1 വന്നാൽ 2 പോകണം, 2 വന്നാൽ 3 പോകണം, 3 വന്നാൽ 4 പോകണം, 4 വന്നാൽ അഗെയിൻ 0 പോകണം. സോ ദിസ് ഇസ് എ മോഡ് 2, 3, 4, 5 മോഡ് 5 കൗണ്ടർ. ഇത്രയും കൗണ്ട് സീക്വൻസ് തന്നു. ഇത്രയുമേ ഒരു കൗണ്ടറിന്റെ കൗണ്ട് സീക്വൻസിൽ ഇത്രയും ഈ സ്റ്റേറ്റ്സുകൾ മാത്രമേ കൗണ്ട് സീക്വൻസിൽ വരാവൂ. എന്ന് പറഞ്ഞാൽ 0, 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0 ഇത്രയും കൗണ്ട് സീക്വൻസ് ഉള്ള ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറയുന്നു. സിൻക്രണസ് കൗണ്ടർ ഡിസൈനിൽ എങ്ങനെ ചെയ്യും? ആദ്യം ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് കൗണ്ട് സീക്വൻസ് പ്രോഗ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യാത്ത സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ. ബിക്കോസ് ഇങ്ങനെ 1, 0, 0 വന്നുകൊണ്ട് എനിവേ വി ഹാവ് ടു യൂസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ ആ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചില കൗണ്ടിങ് സ്റ്റേറ്റുകൾ ഉണ്ട്. ആ സ്റ്റേറ്റ് നമ്മൾ വേണ്ട സീക്വൻസിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. സോ ആ സീക്വൻസും കൂടെ നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്താലേ കംപ്ലീറ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഫോൾ പ്രൂഫ് ഡിസൈൻ ആവുള്ളൂ. ഇടയ്ക്ക് മിസ്റ്റേക്സ് ഒന്നും വരാത്തൊരു ഡിസൈൻ വേണമെങ്കിൽ ഇതും കൂടെ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ആക്സിഡന്റലി ഇതിലൊരു സ്റ്റേറ്റിൽ പോയാൽ അവിടെ തന്നെ കൗണ്ടർ നിങ്ങൾ അൽഗോരിതം എഴുതുന്ന പോലെ നമ്മളത് കംപ്ലീറ്റ് ആയി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ സ്റ്റക്ക് ആയിപ്പോകും. അപ്പോൾ ഈ അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ 1, 0, 1 വന്നാലും ഇവിടെ പല വിധത്തിൽ ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡിസൈൻ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തത് എങ്ങനെയാണെന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഈ ഡിസൈനിങ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഏത് വന്നാലും, ബിക്കോസ് അൺയൂസ്ഡ് സ്റ്റേറ്റ്സും ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ്, അതിൽ ഏത് വന്നാലും 0, 0 ആവണം കൗണ്ടർ. ഈ സ്റ്റേറ്റിലേക്ക് പോകണം. എന്നിട്ട് വീണ്ടും അതിലേക്ക് പോയാൽ പിന്നെ അതിൽ നിന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഡയഗ്രാം മാത്രം തന്നാലും ഈ കൗണ്ടിങ് സീക്വൻസ് തരണ്ട. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇതൊരു 3-ബിറ്റ് കൗണ്ടർ ഡിസൈൻ ചെയ്യണം. ഈ 3-ബിറ്റ് കൗണ്ടറിൽ ഇങ്ങനെയാണ് കൗണ്ട് പ്രോഗ്രസ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ മാക്സിമം കൗണ്ട് 1, 0, 0. സോ ദിസ് ഇസ് എ മോഡ് 5 കൗണ്ടർ ആണ് എന്ന് നമ്മൾ മനസ്സിലാവും ഇത് നോക്കിയാൽ. ഇതിന്റെ ഇനി ഡിസൈൻ ചെയ്യേണ്ടി വരുമ്പോൾ ഈ 3 സ്റ്റേറ്റ്സ് നമ്മളിങ്ങനെ 0 അസ്യൂം ചെയ്യണം. മനസ്സിലായി? ഇനി പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി. ഇത് നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ എഴുതുന്ന പോലെ 0, 0, 0 ആണെങ്കിൽ 1, 1 വന്നാൽ 2 വരണം, 2 വന്നാൽ 3 വരണം, 3 വന്നാൽ 4 വരണം, 4 വന്നാൽ അടുത്ത് 0 വരണം. പിന്നെ നമ്മൾ അവിടെ എഴുതിയ പോലെ 5 വന്നാലും 0 വരണം, 6 വന്നാലും 0 വരണം, 7 വന്നാലും 0 വരണം. പ്രസന്റ് സ്റ്റേറ്റ് 7 ആയാലും 0 വരണം. സോ ദിസ് ഇസ് ദ present state, next state table. Then using this we have to write the truth table of, or using the excitation table we have to write the values of the different inputs which we have to give. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സിൽ നമ്മൾ JA-KA, JB-KB, JC-KC എഴുതണം. ഇവിടെ നമ്മൾ ABC യൂസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ എക്ക് പകരം Q0, ബിക്ക് പകരം Q1, സിക്ക് പകരം Q2 അതും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ട്രാൻസിഷൻ ഡയഗ്രാം ടേബിൾ എഴുതണം. ദെൻ ഇതിൽ നിന്ന് ഓരോന്നും സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്യുന്നത് നോക്കൂ, ഈ പ്രസന്റ് സ്റ്റേറ്റിനനുസരിച്ചാണ് നമ്മൾ ഈ ജെയുടെ വാല്യൂസ് ഇവിടെ മാപ്പ് ചെയ്യുന്നത്. പ്രസന്റ് സ്റ്റേറ്റ് ഓരോ JK, JB, KB അങ്ങനെ ഓരോന്നും മാപ്പ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെ മാപ്പ് ചെയ്ത് അവസാനം ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കൂ. യെസ്, synchronous counter design. What we are going to do is we are going to design a counter with modulus not equal to 2 raised to n. So given a count sequence, so for the given example your count sequence is 0, 1, 2, 3, 4. Next, draw the state transition diagram. നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കും.
ഹോപ്പ് യു കംപ്ലീറ്റഡ് ദിസ്. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയണേ. Then step 2, present and next state. നോക്കൂ, ഇത് എഴുതുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതും എഴുതി പോവാൻ തക്കവണ്ണം ഒരു ടേബിൾ ഇത് വരച്ചാലും മതി കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഇത് വേണം എന്നില്ല, കാരണം ഇത് കഴിഞ്ഞ് ഇത് വരച്ചിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് എത്തണം. അതാണ്. നോക്കൂ, ഈ സാധനങ്ങളില്ലേ, ഇത് നോക്കി കോപ്പി ചെയ്യണ്ട, നിങ്ങൾ തന്നെ എഴുതിക്കോ. എന്നിട്ടൊന്ന് വെരിഫൈ ചെയ്യാൻ മാത്രം ഇതിലേക്ക് നോക്കിയാൽ മതി. ഈ എക്സൈറ്റേഷൻ ടേബിൾ ഒന്ന് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ. 0 to 0, 0 ഡോൺ കെയർ, ഇങ്ങനെ ഇത് സൈഡിൽ എഴുതി വെച്ചിട്ട് 1 to 1 ഡോൺ കെയർ 0. ഈ എക്സൈറ്റേഷൻ ടേബിൾ സൈഡിൽ എഴുതി വെച്ചിട്ട് ഈ ഫില്ലിംഗ് ഓഫ് ജെ ആൻഡ് കെ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യൂ. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞവര് സിംപ്ലിഫിക്കേഷൻ ചെയ്തോളൂ, എന്നിട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കൂ. ജെ എയുടെ എക്സ്പ്രഷൻ, കെ എയുടെ എക്സ്പ്രഷൻ എന്താ? What is the expression for Ka? Because it contains only down Ks and 1, so Ka can be logic 1. So you need to find Ja, expression for Ja, Kb, Jb. Kc expression എന്താ അതുപോലെ? Kc also contains down Ks and 1, so Kc also will be a logic 1. But you need to find Jc, Jb, Kb and Ja. നോക്കൂ, ഞാൻ PPT ഷെയർ ചെയ്യും എന്ന് പറഞ്ഞിരിക്കേണ്ട, നിങ്ങൾ തന്നെ എഴുതൂ, എന്നാലേ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവുള്ളൂ കേട്ടോ. തന്നെ എഴുതിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം. എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ചോ? നിങ്ങൾ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കൂ, എന്നിട്ട് ഞാൻ അത് കാണിക്കാം.
എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു യെസ് ഇടൂ. അപ്പോൾ ഞാൻ മറ്റേ ഇത് കാണിക്കാം. മറ്റേ ഞാനത് കാണിച്ചാൽ നിങ്ങൾ അത് നോക്കി കോപ്പി ചെയ്യൂ. വേണ്ട, നിങ്ങൾ തന്നെ ചെയ്യൂ, എന്നാലേ മനസ്സിലാവുള്ളൂ. അരീബ്, നമ്പർ 12 അരീബ്, ഒന്ന് മൈക്ക് ഓൺ ചെയ്യുമോ? അരീബ് എന്താ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളല്ലോ ഞാൻ. എന്ത് ആണ് അരീബ്, ഇടയ്ക്കെങ്ങാനും കയറാറുള്ളൂ? ഇടയ്ക്ക് നെറ്റ് പ്രശ്നമാണ് മിസ്, അതുകൊണ്ടാണ് കയറാത്തത്. ഓക്കെ ഓക്കെ, ശരി ശരി. അരീബ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ എക്സ്പ്രഷൻ ഒന്നും ചോദിക്കില്ല, കഴിഞ്ഞോ ഇല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി. ചെയ്തോണ്ടിരിക്ക. ഓക്കെ ശരി, ഓഫ് ചെയ്തു. അതുപോലെ തന്നെ വിശാലും, വിശാലൊന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഹലോ. വിശാലിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. ബാറ്ററി കംപ്ലൈന്റ് ഫോണിന്റെ, കാരണം ചാർജ് നിൽക്കില്ല. ഓക്കെ, വിശാൽ ഇപ്പൊ ചെയ്തോ? ഇല്ല മാം. ചെയ്യുന്നുണ്ടോ? ചെയ്ത് നോക്കൂ കേട്ടാ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ടേബിൾ. ഹോപ്പ് നിങ്ങൾക്ക് ടേബിള് കിട്ടി എന്ന് വിചാരിക്കുന്നു. കാരണം നോക്കൂ, 3, 4 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. സപ്പോസ് പ്രസന്റ് സ്റ്റേറ്റ് 5 ആയാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 6 ആയാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 7 ആയാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. സോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്ത് ജെയുടെയും കെയുടെയും വാല്യൂസ് എഴുതാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ JAKA എഴുതുന്നു. അതിൻ്റെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടാനാണ്. ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, KAക്ക് ഫുൾ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ വിൽ ഗെറ്റ് KA1. JAക്ക് ആണെങ്കിൽ JA ആണ് ഇവിടുത്തെ LSB, കാരണം പ്രസന്റ് സ്റ്റേറ്റ് ആണ് അനുസരിച്ചിട്ടാണ് ഈ കോളമിൽ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ്. ഇപ്പോൾ 0 ആണെങ്കിൽ ഇത് 0, പ്രസന്റ് സ്റ്റേറ്റ് 1, ഇവിടെ ഇപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7 ആ മോഡിലാണ്. സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ രണ്ടിങ്ങനെ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് JAC ബാർ എന്ന് കിട്ടും. അടുത്തതിൽ JBKB ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്സ് നോക്കുമ്പോൾ
നമുക്ക് KB A+C എന്നും, കാരണം നോക്കൂ ഇത് ഈ 4 എണ്ണം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ A കിട്ടും, പിന്നെ ഇങ്ങനത്തെ 4 എണ്ണം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ C കിട്ടും. അപ്പൊ KB A+C, JB ഈ 2 എണ്ണം മാത്രമേ, ഈ 1 എന്തായാലും ഗ്രൂപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന മാക്സിമം ഡോൺ കെയർ കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ ഇത് 2 ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ AC ബാർ. സോ JB AC ബാർ ആൻഡ് KB A+C. ഇനി അടുത്തത് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ പൊസിഷനിലുള്ളതാണ്. KC ഇതുപോലെ 8 എണ്ണവും ഗ്രൂപ്പ് ചെയ്യാം, കാരണം ചിലത് ഡൗൺ കെയർ ചിലത് 1. അതുകൊണ്ട് KC 1. JCക്ക് മാപ്പ് ചെയ്തത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു 1 ഉള്ളൂ. ആ 1 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന 2, ഈ ഒരു ഡോൺ കെയറും കൂടെ എടുത്തിട്ട് ഒരു പെയർ ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ. സോ AB. സോ JC AB KC 1. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ എക്സ്പ്രഷൻസ് കിട്ടി. സോ അത് വെച്ച് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നു. ഇവിടെ കിട്ടിയത് എന്താ? JC AB KC 1. അപ്പോൾ അതാണ് MSB ഫ്ലിപ്പ് ഫ്ലോപ്പ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള, പൊസിഷണൽ വെയിറ്റ് ഉള്ള ബിറ്റ്, അതാണ് C ബിറ്റ് എന്ന് പറയുന്ന. സോ വിൽ ഗെറ്റ് JC ഈക്വൽ ടു ബിയും എയും കൂടെ ആഡ് ചെയ്ത് JC ഈക്വൽ ടു AB ആൻഡ് KC ഈക്വൽ ടു 1. ഇനി JB KB ഇവിടെ കിട്ടിയതനുസരിച്ച് JB AC ബാറും KB A+Cയും. അപ്പോൾ A എന്ന് പറയുന്ന ഇത് A ആൻഡ് C ബാർ ഇവിടെ നിന്ന് വന്നു. സോ JB AC ബാറും KB A+C ആണ്. സോ A+C, C ഇവിടെ നിന്ന് വന്നു, A+C. JB KB. JA കിട്ടിയത്, JA എന്തായിരുന്നു? JA C ബാർ KA 1ഉം. സോ JA is C bar and KA is 1. So this is a modified synchronous binary up counter. ഇവിടെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്ത് ഇരിക്കുന്ന? ഈ ഫിഗറിൽ പോസിറ്റീവ് എഡ്ജ് ട്രിഗർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നോ ഹാം ഇഫ് യു ആർ ഡ്രോയിങ് നെഗറ്റീവ് എഡ്ജ് ട്രിഗർഡ് ഓൾസോ. ഒരു കുഴപ്പമില്ല, നെഗറ്റീവ് എഡ്ജ് ട്രിഗർഡ് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 7476 എന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് I think here 7476. അതുകൊണ്ടാണ് പോസിറ്റീവ്, അതൊരു പോസിറ്റീവ് എഡ്ജ് ട്രിഗർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, അതൊരു IC ആണ്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗർഡ് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് മോഡുലസ് 2ന്റെ പവർ അല്ലാതെ വരുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യും? അപ്പോൾ ഇതുപോലെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി തന്നെ ഡിസൈൻ ചെയ്യണം. അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് എങ്ങോട്ട് പോകണം? അൺയൂസ്ഡ് സ്റ്റേറ്റ് പ്രസന്റ് സ്റ്റേറ്റ് വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കണം എന്ന് കറക്റ്റായി സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറയാം, അതിനു മുമ്പ് ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. പറഞ്ഞോളൂ. നമ്പർ 1 അഭിഷേക് ബി ഇല്ലേ? നമ്പർ 2 ഓക്കെ. 3 എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ആയ? 4. ഓക്കെ. 5 ആബ്സെന്റ്. 6. 7 ഇല്ലേ? അക്ഷയ് സ്റ്റീഫൻ. അക്ഷയ് സ്റ്റീഫനെ കാണാനില്ല. അനന്തു? 8. 11. പറഞ്ഞോ. 12. ഓക്കെ. ആഷിക്കുണ്ട്.
15. അർജുൻ ഉണ്ടായിരുന്നല്ലോ, അർജുൻ പോയോ? 15, then 16. 16. ആ 17. 19. 18 ഇല്ല, 19. 20 ഇല്ല, 21. 22 absent. 23. 24. 25 absent. 26. 27. ഓക്കെ കണ്ടു അർജുൻ. 27 നിയാസ് പറഞ്ഞു. ഓക്കെ നിയാസ് പറഞ്ഞു. 20. 28. 29. 30. നവാഫ് 31. ഓക്കെ നീതു പറഞ്ഞോ. 32. 30. ഓക്കെ 31 കേട്ടു. 32. നിതിൻ 33. 34. 35. 37. റോഷിത്ത് ഇല്ല. 36 ഇല്ല. 37 സഫ്ന പറഞ്ഞു. ഷാഹിർ എവിടെ പോയി? 39. ഓക്കെ 40. ശ്യാം 41. ഓക്കെ 44. സിദ്ധാർത്ഥ് 45. വിഷ്ണു 46 ഇല്ല. ബൃന്ദ ഓക്കെ 47. 48 ആദ്രയെ കാണാനില്ല. ധ്യാൻ ഇപ്പൊ ആണ് പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? ഇത്ര നേരം ഞാൻ ഇവിടെ കണ്ടില്ല. റേഞ്ച് കിട്ടിയില്ല. ധ്യാൻ ഉണ്ടായിരുന്നോ? 20. 20 ആണെന്ന് എനിക്കറിയാം, സ്ഥിരം വരാതിരുന്നിട്ട്. റേഞ്ച് ശരി. ഓക്കെ ധ്യാൻ ശരി. ഓക്കെ അപ്പോ ഞാൻ ജസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് കാണിക്കാം. ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഒന്ന് നിങ്ങൾ വരച്ചെടുത്താൽ കൊള്ളാമായിരുന്നു. കാരണം design a JK synchronous counter that has the following sequence 0 0 0 0 1 0 5 6. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ സ്കിപ്പ് ആയിരിക്കുന്നത്. ആ ഇൻ ബിറ്റ്വീൻ സ്കിപ്പ് ആയാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലാതെ ഇൻ ബിറ്റ്വീൻ അടുത്തതിലേക്ക് ആക്കി വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ 0 2 കഴിഞ്ഞിട്ട് 1ഉം 3ഉം 1 2ലേക്കും 3 5ലേക്കും വരുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്താണ് പറഞ്ഞോ? ധ്യാൻ പറയണ കേൾക്കുന്നില്ല. ധ്യാൻ അറ്റൻഡൻസ് ആണെങ്കിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ബാക്കി ധ്യാൻ പറയണ കേൾക്കണില്ല, സൗണ്ട് ബ്രേക്ക് ആയി പോണു. ഓക്കെ അപ്പോ ഇത് നിങ്ങൾക്ക് ഇതൊന്ന് വരച്ചെടുത്ത് വേണം എന്നുള്ളവർക്ക് ഇതൊന്ന് വരച്ചു നോക്കാം, കൂടുതൽ മനസ്സിലാവണം എന്നുള്ളവർക്ക്. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ സോ ബാക്കിയുള്ളവർ ഇത് വരച്ചെടുക്കണം എന്നുള്ളവർ നിന്നോളൂ, ബാക്കിയുള്ളവർ ലീവ് ചെയ്തോളൂ. ഓക്കെ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ.
ഓക്കെ, വരയ്ക്കുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ അതൊന്നുകൂടെ കാണിക്കാം. ഓക്കെ, ഇത് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സ് നിങ്ങൾ തന്നെ ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കൂ. എന്നിട്ട് എവിടെയെങ്കിലും ഇതൊക്കെയാണ് ഡൗട്ട് വരുന്നെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വരച്ചോ അതോ ഇനി കാണിക്കണോ? എന്താ ഷാഹിർ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് ഷാഹിർ, ക്ലിയർ ആയില്ല. വോയിസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ ആയില്ല ഷാഹിർ. ബാക്കിയുള്ളവർ വരച്ച് കഴിഞ്ഞില്ലേ? ആ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതിയെ, ബാക്കിയൊന്നും തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാനാണ്. കഴിഞ്ഞോ? ഇല്ലേ? അതോ ഇനി കാണിക്കണോ? എന്തെങ്കിലും ഒരു സാധനം ടൈപ്പ് ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം കഴിഞ്ഞാൽ. Okay, so you can leave. Thank you.